أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ومن تكن برسول الله نصرته إن تلقه الأسد في أعجامها تجمي. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം, നമ്മുടെ മാതൃസംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഹ്വാനമനുസരിച്ച് പല ജില്ലകളിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനത്തിൽ വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആദ്യത്തെ സംഘടനാ പ്രവർത്തനത്തിന്റെ തുടക്കവും ആദ്യ പ്രഭാഷണത്തിന്റെ തുടക്കവും കുറിച്ച, എന്നെ വളർത്തിയ ഈ കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഒരു സമ്മേളനം എന്ന നിലക്ക് ഒരൽപ്പം കാര്യങ്ങൾ മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ വിട ചോദിക്കും. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആനുകാലികമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ക്ലിപ്പുകളും ക്ലിപ്പ് മുറിക്കലുകളും തെറ്റിദ്ധരിപ്പിക്കലുകളും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സത്യം തുറന്നു പറയുന്ന പൂനൂരിലെയും കോഴിക്കോട്ടെയും സമ്മേളനങ്ങളുടെ വീഡിയോ പിടിക്കപ്പെടുകയും ശേഷം അത് VCD-കളായി പുറത്തെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സദസ്സിൽ അത് ലഭിക്കും. എല്ലാവരും കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി അതിനുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കാതെ, നാം ഈ സമ്മേളനം വളരെ നേരത്തെ നിശ്ചയിച്ചതാണ്. അതിൽ നാം ഉദ്ദേശിച്ചത് നമ്മുടെ ആദർശം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. അൽഹംദുലില്ലാഹ്, അത് വളരെ അനുയോജ്യമായ സമയത്തായി എന്നത് അല്ലാഹുവിന് നാം സ്തുതി പറയും.
ഞാൻ രാവിലെ എന്റെ സ്നേഹിതൻ അബ്ദുൽ ലത്തീഫ് സാദിയോട് ചോദിച്ചു, കണ്ണൂരിൽ ഏത് പ്രസംഗമാണ് വേണ്ടത്? കിളിപ്പ് വേണോ വേണ്ടേ? അതേപോലെ കുറച്ചൊക്കെ വേണോ? അതുകൊണ്ട് കുറച്ച് വർക്കത്തിന് കിളിപ്പുണ്ടാവും. അതേസമയം കൂടുതൽ അതുമായി കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യമായി തന്നെ പറയട്ടെ, നാം മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മക്കത്തെ പള്ളിക്ക് ഒപ്പിച്ച പള്ളി മാടായി പള്ളി. ആ മാടായി പള്ളിയുടെ നിർമ്മാണം മുതൽ, കൊടുങ്ങല്ലൂർ പള്ളിയുടെ നിർമ്മാണം മുതൽ, ഈ കണ്ണൂരിൽ തന്നെ ശ്രീകണ്ഠപുരത്തും ധർമ്മടത്തും പല സ്ഥലങ്ങളിലും വളരെ ആദ്യകാലത്ത് തന്നെ പള്ളി നിർമ്മിക്കപ്പെടുകയും ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം മുസ്ലിം സമുദായത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും നമ്മോട് സൗഹൃദം പങ്കിടുകയും നമ്മുടെ മുൻഗാമികൾക്ക് പള്ളി നിർമ്മിക്കാനും മറ്റ് സ്ഥാപനങ്ങൾ നടത്താനുമെല്ലാം സൗകര്യം ചെയ്തു കൊടുത്ത മഹത്തായ പാരമ്പര്യമുള്ളവരാണ് ഈ രാജ്യത്തെ ഇതര സമുദായങ്ങൾ എന്നത് ഞാൻ ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. കേവലം 12 ആളുകൾ ഈ കേരളത്തിൽ വന്നപ്പോൾ 10ഓളം സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിച്ചു. അത് ആ 12 ആളുകളുടെ കൈവശത്തിലുള്ള ബോംബിന്റെയോ അല്ലെങ്കിൽ പീരങ്കിയുടെയോ വാളിന്റെയോ ആയുധങ്ങളുടെയോ പിൻബലത്തിൽ ആയിരുന്നില്ല. മറിച്ച് അവർക്കുണ്ടായിരുന്ന ആയുധം ഈമാനാണ്, വിശ്വാസമാണ്, ഭക്തിയാണ്. ആ ഈമാനും തഖ്വയും വിശ്വാസവും ഭക്തിയും അത് കൈമുതലാക്കി അവർ പ്രവർത്തിച്ചപ്പോൾ ഈ സമുദായം ഈ രാജ്യത്ത് ആവശ്യമാണെന്നും അത് ഗുണമല്ലാതെ വരുത്തുകയില്ലെന്നും ഈ രാജ്യത്തുള്ള മുഴുവൻ വിഭാഗവും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇന്നും അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അബ്ദുറഹ്മാൻ അൽ ബുഖാരി, സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖബറല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ, മഹാനായ ഖമറുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ, നൂറുൽ ഉലമ തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരെയും ആ പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിന്റെ കീഴ്ഘടകങ്ങളായ സമസ്ത കേരള സുന്നി യുവജന സംഘം, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, SMA, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ തുടങ്ങിയ എല്ലാ സംഘടനകളെയും പ്രവർത്തകരെയും നേതാക്കളെയും ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഇന്നും അതേ നിലയ്ക്ക് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സത്യം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അനുഭവങ്ങൾ പറയാൻ ഇപ്പോൾ സമയം ഇല്ല. കോഴിക്കോട് ജില്ലയിൽ കുരുടിമുക്കി എന്ന് പറഞ്ഞൊരു പ്രദേശം, ബഹുമാനപ്പെട്ട തങ്ങള് ആ നാട്ടുകാരനാണ്, അതിന്റെ തൊട്ടാണ് കുരുടിമുക്ക്. ആ തങ്ങളവരുടെ പിതാവിന്റെ ആണ്ടാണെന്ന് നേരത്തെ ഉസ്താദ് പറഞ്ഞു. അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, കുരുടിമുക്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയിലായിരുന്നു. അവിടെ ഒരു ചെറിയ പള്ളി വിനീതനായ ഞാൻ നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങളുടെ സഹായം കൊണ്ട് നിർമ്മിച്ചു. ഉദ്ഘാടനത്തിന് സയ്യിദ് അലി ബാഫക്ക് തങ്ങളും കാന്തപുരം ഉസ്താദും വന്നു. മഗ്രിബ് നിസ്കാരമാണ്. ഞാൻ എത്തുമ്പോൾ നേതാക്കൾ എത്തിക്കഴിഞ്ഞിട്ടാണ് എത്തിയത്. കാരണം എനിക്ക് നേതാക്കൾ വരുന്ന വിഷയവും കൂടി ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു. ഇരിക്കട്ടെ, നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പുറത്ത് നിന്ന് പള്ളി കയറുമ്പോ വളണ്ടിയർമാരെ കൂട്ടത്തിൽ ചിലർ നിസ്കരിക്കാതെ മുറ്റത്ത് നിന്ന് കസേര എടുത്തു വെക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ മാനസികമായ ദേഷ്യം ഉണ്ടായി. മഗ്രിബ് നിസ്കരിക്കാതെ കസേര എടുത്തു വെക്കുന്ന വളണ്ടിയർമാർ. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെയുള്ള പ്രവർത്തകന്മാരെ വിളിച്ചു ചോദിച്ചു, ഇതെന്ത് പള്ളി ഉണ്ടാക്കലാണ്, ഉദ്ഘാടനം ചെയ്യലാണ്? അപ്പോൾ അവർ ചോദിച്ചു, എന്താണ്? മഗ്രിബ് നിസ്കാരത്തിൽ പങ്കെടുക്കാതെ കസേര എടുത്തു വെക്കുന്നു. ഇവർ പറഞ്ഞു, അത് ഈ രാജ്യത്തുള്ള അമുസ്ലിം, ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള അമുസ്ലിം സഹോദരന്മാരാണ്. പള്ളിയുടെ ഉദ്ഘാടനത്തിന് ബേഡ്ജ് കുത്തിയിട്ട് അവർ കസേര എടുത്തു വെക്കുകയാണ്. ഞാനത് പറഞ്ഞു വന്നത്, അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൽ കയറിയപ്പോൾ
എനിക്കും കാന്തപുരം ഉസ്താദിനും അലി ബാഫക്ക് തങ്ങൾക്കുമൊക്കെ നല്ല കുയ്യപ്പം കൊണ്ടുത്തരികയാണ് അവിടെയുള്ള മുസ്ലിം സഹോദരന്മാർ പള്ളി ഉദ്ഘാടനത്തിൽ. ഞാൻ വേദനയോടെ ലജ്ജയോടെ ഈ കണ്ണൂരിൽ വെച്ച് പറയട്ടെ, അതേസമയം മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ഈ അടുത്ത് ഈ കണ്ണൂരിൽ തന്നെ പള്ളിക്ക് എറിയുകയും പള്ളി നശിപ്പിക്കുകയും മദ്രസ കത്തിക്കുകയും ചെയ്ത വളരെയേറെ വേദനിക്കുന്ന ഒരനുഭവം ഈ കണ്ണൂരിലുണ്ടായി എന്നത് നാണക്കേടോടുകൂടി മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, അവരെ പിഴപ്പിച്ചവർക്കും അവർക്കും നീ സന്മാർഗം കാണിച്ചു കൊടുക്കണം റഹ്മാനേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഓ സഹോദരന്മാര്, മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് എവിടെയാണ്? അത് ഈമാനും തഖ്വയിലുമാണ്. ആരും ധരിക്കേണ്ടതില്ല തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ വർഗീയതക്കോ ഇസ്ലാം ഒരിക്കലും അനുമതി നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇസ്ലാം വെറുക്കുകയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിഷിദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് അത്തരം മുഴുവൻ കാര്യങ്ങൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നിലനിന്ന് വരുന്നവരാകണം. ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ അതിന്റെ സത്യസാക്ഷികളായി നീതി മാത്രം പുലർത്തിക്കൊണ്ട് നീതിപൂർവകമായി നിന്നു പോരുന്നവരാകണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ, ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വൈരാഗ്യം, വിദ്വേഷം, അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പ്രേരണ നൽകരുത്. നിങ്ങൾ ഒരാളോടും എത്ര തന്നെ നിങ്ങളോടിങ്ങോട്ട് ശത്രുത വെച്ചാലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. ഇഅ്ദിലൂ, നിങ്ങൾ നീതി പുലർത്തുവീൻ. ഹുവ അഖ്റബു ലിത്തഖ്വാ, അതാണ് ഭക്തിയുമായി ഏറ്റവും അടുത്ത നയവും പരിപാടിയും. വത്തഖുല്ലാഹ്, നിങ്ങൾ ആരും കാണുകയില്ലെന്നോ ആരും പിടിക്കുകയില്ലെന്നോ ആരും നടപടി സ്വീകരിക്കില്ലെന്നോ അല്ലെങ്കിൽ നിരപരാധികളുടെ തലയിൽ വെച്ച് കെട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്രമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാമെന്നോ ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഒരു ക്യാമറയിലും നിങ്ങൾ പതിഞ്ഞില്ലെങ്കിലും ഒരു ടെലിഫോൺ മുഖേനയും നിങ്ങളെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിശോധന കൊണ്ടും നിങ്ങളെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സർവ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലും കോടതിയുടെ മുന്നിലും സമൂഹത്തിന്റെ മുന്നിലും നിങ്ങൾക്ക് നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കാൻ സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് ഓക്സിജൻ നൽകുന്ന, ആരോഗ്യം നൽകുന്ന, ശരീരം സംരക്ഷിക്കുന്ന, സൂര്യന്റെ വെളിച്ചം നൽകുന്ന, അതേ ഭൂമിയിൽ താമസത്തിന് സൗകര്യം ചെയ്തു തന്ന, ഊണും ഉറക്കവും തരുന്ന, ഭക്ഷണവും വെള്ളവും നൽകുന്ന ലോകസട്ടാവായ അല്ലാഹ് ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ മുഴുവൻ വിഷയങ്ങളും നന്നായി അറിയുന്നവനാണ് കേട്ടോ. ഓ SSFന്റെ പ്രവർത്തകരെ, ഓ SYSന്റെ പ്രവർത്തകരെ, SMAയുടെ പ്രവർത്തകരെ, സുന്നി ജമീഅത്തുൽ മുഅല്ലിമിന്റെ പ്രവർത്തകരെ, നിങ്ങൾക്ക് എത്ര തന്നെ ഏത് മർദ്ദനങ്ങളോ അക്രമങ്ങളോ വിഷമങ്ങളോ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആരും അല്പവും പതറേണ്ടതില്ല. നമ്മുടെ റബ്ബ് നമ്മോടൊരു വാഗ്ദത്തം ചെയ്യുന്നു, വഅദല്ലാഹുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്.
ഈമാനുള്ള കക്ഷികൾ, സൽക്കർമ്മം ചെയ്യുന്ന കക്ഷികൾ, ലഹും മഗ്ഫിറ, ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ വ്യക്തിപരമായി വല്ല തെറ്റുകളും അവരിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് അല്ലാഹു ജല്ല ജലാലുഹു പുറത്തു കൊടുക്കാൻ വകുപ്പുണ്ട്. അവർ റബ്ബിനോട് ഖേദിച്ച് മാപ്പ് പറഞ്ഞാൽ റബ്ബ് പുറത്തു കൊടുക്കും. വഅജ്റുൻ അളീം, മഹത്തായ പ്രതിഫലവും അവർക്കുണ്ട്. ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ആയിരങ്ങൾ ഈ കണ്ണൂരിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ പ്രതിഫലം ഒരു പഞ്ചായത്ത് മെമ്പറാകും എന്ന ആഗ്രഹത്തിൽ ഒരു SYS കാരനോ SSF കാരനോ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. മറിച്ച് അല്ലാഹുവിന്റെ പ്രതിഫലം, അതിനു വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനം. ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് പറയാനുള്ളത്, നമ്മുടെ സംഘടനാ പ്രവർത്തനം സജീവമാക്കി നമ്മൾ മുന്നേറുക. നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്തിനാണ്? ഈമാനും തഖ്വയും ഉണ്ടാക്കാനാണ്. അതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാരെല്ലാം അടിക്കടി സുന്നത്ത് ജമാഅത്ത് എന്നത് ആവർത്തിച്ച് പറയുന്നത്. സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ ഈമാൻ വിട്ടു, തഖ്വ വിട്ടു, ഭക്തി പോയി, വിശ്വാസം പോയി. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മനുഷ്യന്റെ വിശ്വാസം തകർക്കാൻ വേണ്ടി ഏത് കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ടോ അവർക്കെല്ലാം ഇവിടെ സർവ്വ സൗകര്യവും ചെയ്തു കൊടുത്തത് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ്. മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച്, ഓരോ വീടുകളിലും ഭിന്നിപ്പിച്ച്, മഹല്ലത്തുകളിൽ ഭിന്നിപ്പിച്ച്, പള്ളിയിൽ ഭിന്നിപ്പിച്ച്, മദ്രസയിൽ ഭിന്നിപ്പിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ്. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒരു കാര്യം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായി അറിയപ്പെട്ട മുഴുവൻ വിഷയങ്ങളും പൂർണ്ണമായി വിശ്വസിച്ച് അംഗീകരിക്കുന്നതാണ് ഈമാൻ. അപ്പൊ ആദ്യം വേണ്ടത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള മതിപ്പും ബഹുമാനവും സ്നേഹവും വിശ്വാസവുമാണ്. അത് തകർക്കാനാണ് ഇവിടെയുള്ള എല്ലാ കക്ഷികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, കോഴിക്കോട്ട് ഒരു ചുണ്ടലി ഉണ്ടായി. ഇവിടെ എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ എല്ലാ ചുണ്ടലിനെയും അടിച്ചങ്ങട്ട് കൊന്നാളാണ്. അതേ സമയത്ത് ഒരൊറ്റ മനുഷ്യനെയും ആക്രമിക്കാൻ പാടില്ല. ഇതാണ് നമ്മളെ നയം. ഹറമിൽ വെച്ച് പോലും കൊല്ലാൻ പറ്റുന്ന ജീവികളുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരു സാധനമാണ് എലി. കാരണം എലി എന്ന് പറയുന്ന സാധനം ഉറങ്ങുന്ന സമയത്ത് വന്നിട്ട് ഉള്ളു കൂടി പിത്തനുണ്ടാക്കുന്ന ഒരു സാധനമാണ്. എലി തുരന്ന് പിത്തനുണ്ടാക്കും. അതുകൊണ്ടാണ് അതിനെ അടിച്ചു കൊന്നോളണം. സഹോദരന്മാര്, ഞാൻ പറഞ്ഞു വരുന്നത് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിക്കുക. എങ്കിൽ യാതൊന്നും ഇവിടെ ഭയപ്പെടേണ്ടതില്ല. ومن تكن برسول الله نصرته إن تلقه الأسد في آجامها تجمي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളായ സഫീന റളിയല്ലാഹു അൻഹു ഒരു ദീനീ പ്രവർത്തന രംഗത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടത് ഒരു സിംഹമാണ്. പക്ഷേ ഒരൽപ്പവും സിംഹത്തെ കണ്ട് പതറിയില്ല സഫീന റളിയല്ലാഹു അൻഹു. പറഞ്ഞതെന്താണ്? ഇത്തഖി അന മൗലാ റസൂലില്ലാഹി, സൂക്ഷിച്ചോളണം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്. പിന്നെ ആ സിംഹം തല ഉയർത്തിയിട്ടില്ല, തലയും താഴ്ത്തിയിട്ട് സംരക്ഷകനായി നീങ്ങുകയാണ് ചെയ്തത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ കണ്ണൂരിൽ പ്രായമുള്ള പണ്ഡിതന്മാർക്ക് ഓർമ്മയുണ്ടാകും. മുമ്പൊരു വിവാദം നടന്നു, തങ്ങളവറുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മർഹൂം ബാവ മുസ്ലിയാർ, കൂത്തുപറമ്പ് ബാവ മുസ്ലിയാറിന്റെ മകൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ ബാബ മുസ്ലിയാർ എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹമാണ്. കാരണം ഒരു ദിവസം പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ കുട്ടിയായിരുന്നു, പഠിക്കുന്ന കാലമാണ്, മുതഅല്ലിമാണ്. തന്റെ എന്ന് പറഞ്ഞുപോയി. പ്രസംഗം കഴിഞ്ഞു പോകുമ്പോൾ ബാബ മുസ്ലിയാരിനെ ഉണർത്തി, അവിടുത്തെ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഞാൻ അതിന് ശേഷം അവിടുത്തെ എന്നല്ലാതെ തന്റെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മനഃപൂർവ്വം പറയാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിലക്ക് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച
ബാവ മുസ്ലിയാർ ഒരു കാലത്ത് ഇവിടെ മിസാലുൻ അലിൽ മുസ്തഫ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ ഒരു രൂപം അത് ആദരിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ചില വിവരം കുറഞ്ഞ ആളുകൾ അതിനെ ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ ചോദ്യം ചെയ്തു. മറാജിക്ക് ഓർമ്മ ഉണ്ടോ അല്ലേ? അങ്ങനെ ചോദ്യം ചെയ്തു. ആ നിലക്ക് നിങ്ങൾ മനസ്സിലാക്കണം, വിവരമില്ലാത്തതുകൊണ്ട് ചോദ്യം ചെയ്തതാണ്. അന്ന് മഹാനായ മർഹൂം കണ്യത്ത് ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്, മർഹൂം മീക്കെ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്, ഓക്കെ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ വിവരമുള്ള പണ്ഡിതന്മാരായിരുന്നു. അവരാരും ഇത് മുഹമ്മദ് നബി എന്താണ് ആ വസ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരിപ്പല്ല. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ചെരിപ്പാണോ അല്ലേ എന്ന് സനദ് കിട്ടാത്ത ഒരു ചെരിപ്പും അല്ല, സനദ് കിട്ടിയ ചെരിപ്പും അല്ല. പിന്നെന്താ സാധനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരിപ്പിന്റെ ഒരു ഫോട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരിപ്പിന്റെ ഫോട്ടോ ഒറിജിനൽ ചെരിപ്പ് വെച്ച് ഫോട്ടോ എടുത്തതുമല്ല. അതിന്റെ രൂപം ഇന്നതായിരുന്നുവെന്ന് പണ്ഡിതന്മാര് കിതാബിൽ പറഞ്ഞപ്പോ ആ രൂപം വരച്ചുണ്ടാക്കിയതാണ്. ആ വരച്ചുണ്ടാക്കിയ ഈ ചിത്രം, ആ ചിത്രത്തെ ആദരിക്കുന്ന ഒരു പരിപാടി മഹാനായ ബാവ മുസ്ലിയാർ അവറുകൾ കണ്ണൂരിൽ പ്രചരിപ്പിച്ചപ്പോൾ കണ്യത്ത് ഉസ്താദ് അതിനെ അനുകൂലിച്ചു, കെ ഉസ്താദ് അനുകൂലിച്ചു, മർഹൂം ഓക്കെ ഉസ്താദ് അങ്ങനെയുള്ള പണ്ഡിതന്മാർ അനുകൂലിച്ചു. വിവരം കെട്ടവര് ചോദ്യം ചെയ്തു. ഇതുണ്ടായ സംഭവമാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട ചെരിപ്പല്ല അത്, ചെരിപ്പിന്റെ രൂപം വരച്ചതാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ബഹുമാനിച്ചു? അതിനൊരു കാരണമുണ്ട്. ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുണ്ട്. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കെട്ടിപ്പടുത്ത ആദ്യത്തെ 40 പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ മുഫ്തിയാണ്. 4 മദ്ഹബിനും ഫത്വ കൊടുത്തിരുന്ന മഹാനായ ശിഹാബുദ്ദീൻ അബു സഅദാത്ത് അഹ്മദ് കോയ സലിയാത്തി നവറല്ലാഹു മർഖദ ഇബ്നു ഹജറിൽ ഹിന്ദി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഇബ്നു ഹജർ എന്നാണ് മഹാനവറുകളെ പേരറിയപ്പെടുന്നത്. ആ മഹാനായ അഹ്മദ് കോയ സലിയാത്തി നവറല്ലാഹു മർഖദഹു തങ്ങളുടെ ഗുരുവര്യരായ അഹ്മദ് ഖാൻ അവറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എന്തെങ്കിലും ഒരു ബന്ധം പറയപ്പെട്ട വസ്തുവായാൽ അതിന് പിന്നെ സനദ് നോക്കേണ്ടതില്ല, അതിനപ്പുറം ചിന്തിക്കേണ്ടതില്ല. അങ്ങനെ ചേർത്ത് പറയപ്പെട്ടാൽ തന്നെ ബറക്കത്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ഫത്വയിൽ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചൊരു വസ്തുവാണ് നബി തങ്ങളുടെ നഅ്ലി ശരീഫിന്റെ സൂറത്ത്. അത് അവിടുത്തെ ചെരിപ്പല്ല, ചെരിപ്പിന്റെ ഫോട്ടോ വെച്ച് ക്യാമറയിൽ പിടിച്ചതല്ല. പക്ഷേ അതിന്റെ രൂപം വരച്ചതാണെങ്കിലും അതിന് ബറക്കത്തുണ്ടെന്ന് മഹാനായ അഹ്മദ് കോയ സലിയാത്തി തങ്ങളുടെ ഗുരുവര്യരാണ് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. അതുപോലുള്ള പണ്ഡിതന്മാരാണ് പഠിപ്പിച്ചത്. ആ പണ്ഡിതന്മാരെ ഓ സുഹൃത്തുക്കളെ അംഗീകരിച്ചു വന്നവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് ആ കണ്യത്ത് ഉസ്താദ് ചോദ്യം ചെയ്യാതിരുന്നത്, അതുകൊണ്ട് ആ കെ ഉസ്താദ് ചോദ്യം ചെയ്യാതിരുന്നത്. ഇപ്പോൾ സമസ്തയുടെ പേരിൽ ചിലർ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് നാണക്കേടാകുന്നു. ഞാൻ വേദനയോടെ പറയുന്നു, ആ മഹാന്മാരെ വഴിയും ഇവരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. പറയാതെ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കാൻ മാത്രം നമുക്ക് സമയം പോരാ. ഞാനൊരു ചെറിയ സൂചന മാത്രം പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ഖാൻ തങ്ങളോട് അതേ ചോദ്യം ചോദിച്ചപ്പോൾ എന്താണ് ബറക്കത്തുകൾ എടുക്കണമെങ്കിൽ സനദ് വേണമോ എന്ന് ചോദിച്ചപ്പോൾ സനദ് വേണ്ടെന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞതെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഉറപ്പ് കിട്ടേണ്ടതില്ല, സനദ് നോക്കേണ്ടതില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നത് പ്രസിദ്ധമായ അൽമദി. എങ്ങനെയുള്ള
പോലെയുള്ള പ്രസിദ്ധം ലിനിസ്ബത്തിൻ ബിസ്മിഹിൽ മുബാറകി ഫഖത്ത്, നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട പേരിനോടൊരു ചേർക്കൽ ചേർത്ത് പറഞ്ഞാൽ തന്നെ ആദരിച്ചോളണമെന്നാണ് നിയമം. വലാ യതഖല്ലാ ഫീ ഹാദൽ മഖാമി അൻ തഅലീമി വഅല്ലാ യുദ്രിക സനദ ഇല്ലാ അന്നഹു മരീദുൽ ഖൽബി സഖീം അല്ലദീ ലാ തസഉ അളമതു സൈനി മുഹമ്മദിൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം അംഗീകരിക്കാൻ കഴിയാത്ത എന്തോ ഒരു പുത്തനാശയത്തിന്റെ രോഗമുള്ളവന് മാത്രമേ നബിതങ്ങളിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ബഹുമാനത്തെ ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്ത് രൂപീകരിക്കുന്ന സമയത്തുള്ള 40 ആളുകളെ കൂട്ടത്തില് അഹമ്മദ് കോയ സലിയാത്ത് തങ്ങളുടെ ഉസ്താദാണ്. ഞാൻ വെറുതെയല്ല കോഴിക്കോട്ട് നിന്ന് കിതാബും കൊണ്ട് വന്നിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചത്. കിതാബ് ഓതി പഠിച്ചിട്ട് തന്നെയാണെന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, മഹാനവറുകൾ അതിന് പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തങ്ങളുടെ ഒരു ചെരുപ്പിന്റെ ഫോട്ടോവിന് പോലും ആദരവ് കൽപ്പിക്കണം നബിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നത് കാരണമാണ്. ഇനിയോ എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു വിഷയം പറയട്ടെ, ആരും ഒന്നാണ്ട. കഅബത്തിന്റെ ഫോട്ടോ അത് ഒറിജിനൽ കഅബയാണോ? കഅബയുടെ ചിത്രം കഅബയാണോ? റൗള ശരീഫിന്റെ ചിത്രം റൗളയാണോ? ഞങ്ങൾ സുന്നികളാണ് പറയുന്നത്, സുന്നികളുടെ ഭാഷയിലാണ് പറയുന്നത്. ഞങ്ങൾ കഅബ ശരീഫിന്റെ ചിത്രം ബഹുമാനിക്കുന്നു. അത് ഒറിജിനൽ കഅബയാണോ? ചോദിക്കട്ടെ, ഞങ്ങൾ റൗള ശരീഫിനെ ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ കൊടിയാണെന്ന് പറഞ്ഞ് ചില കൊടിയെടുത്ത് നടക്കുന്നില്ലേ? അതിന്റെ മേലെയുള്ളത് റൗള ശരീഫിന്റെ ചിത്രമല്ലേ? റൗളയാണോ? ചോദിക്കട്ടെ, ഒറിജിനൽ റൗളയാണോ അത്? അതേ സമയത്ത് നബി തങ്ങളുടെ റൗളയിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ ആ ചിത്രത്തിനെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലേ? നബി തങ്ങളിലേക്കൊന്ന് ചേർത്ത് പറഞ്ഞാൽ ബഹുമാനിച്ചോളണം. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം, അതാണ് മുസ്ലിമീങ്ങളുടെ നടപടി. ആ ഒരു ഇൽമ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തി അപ്പുറത്തെ സമസ്തയിൽ ഉണ്ടായില്ലല്ലോ. അല്ലാഹ് ഈ അനുയായികളോട്, മക്കളെ, നിങ്ങൾ പിടിക്കുന്ന കൊടിയുടെ മേലെയുള്ളത് റൗളയല്ല കേട്ടോ, ഒറിജിനൽ റൗളയല്ല. റൗളയാണെന്നതിന് സനദില്ല, ഒരു തെളിവുമില്ല. അത് റൗളയുടെ ഒരു ഫോട്ടോ മാത്രമാണ്. അതുകൊണ്ട് അത് ബഹുമാനിക്കണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ അപ്പുറത്തെ സമസ്തക്കാരാ? പറയാൻ ധൈര്യമുണ്ടോ? അതുകൊണ്ട് മതത്തിന്റെ കാര്യം പറയുമ്പോ പഠിച്ചിട്ട് പറയണം. ഞാൻ വളരെ വേദനയോടെയാണ് ഇതിവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് നീട്ടി സംസാരിക്കുന്നില്ല. എന്റെ സഹോദരന്മാരോട് ഞാൻ ഉണർത്തട്ടെ, ഇപ്പോൾ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. വിഷയം എവിടെയാണ്? വിഷയം സുന്നത്ത് ആലചാരിയാൽ ചാണകം മണക്കും. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കൂടെ നടന്ന് ബിദ്അത്തുകാരുടെ ആശയം ഖൽബിലേക്ക് കടന്നുപോയി. അതാണ് അപ്പുറത്തെ സമസ്തക്ക് പറ്റിയത്, യാതൊരു സംശയവും ഇല്ല. ഞാനതിന്റെ ഉദാഹരണം പറയാം. എവിടെ വിഷയം? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചുകൂടാ. അത് ഇവിടുത്തെ മുബ്തദിഅത്തിന്റെ പുത്തൻവാദിയുടെ ആശയമാണ്. എത്രത്തോളം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞു, ഒറ്റൊരു ക്ലിപ്പ് കേൾപ്പിക്കാൻ സമയമില്ല. ഒന്ന് വെച്ചുകൊടുത്തവനെ റസൂലുള്ളാഹിനെ കാക്കാന്ന് വിളിക്കാണ്. ആര്? മുജാഹിദ് നവോത്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാക്കാന്ന് വിളിച്ചില്ലേ മുജാഹിദിന്റെ നേതാക്കന്മാർ? ഒന്ന് വെച്ച് കേൾപ്പിച്ചു കൊടുത്ത രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. എന്റെ നാവ് കൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. ഈമാനുള്ളവന്റെ നാവ് കൊണ്ട് അവിടുത്തെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാക്ക എന്ന് വിളിക്കുന്ന ഒരു പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം. ഇനിയോ സുബ്ഹാനല്ലാഹ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേവലം പച്ചയായ മനുഷ്യനെന്ന് പറഞ്ഞവര് പരിഹസിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, ക്ലിപ്പുകൾക്ക് കേൾപ്പിക്കാൻ ഇവിടെ സമയം പോരാ. എന്തിനധികം പറയണം? അവിടുന്ന് കിടക്കുന്ന ഒറിജിനൽ ഖുബ്ബ അത് പൊളിക്കുമെന്നിവര് പ്രസംഗിച്ചില്ലേ?
ഇതൊക്കെയും ധാരാളം ക്ലിപ്പുകളിൽ ഞാൻ തന്നെ മുമ്പ് കേൾപ്പിച്ചതല്ലേ. നബി തങ്ങളുടെ ഖുബ്ബ പൊളിക്കുമെന്ന് പ്രസംഗിച്ചില്ലേ? എന്തിനധികം പറയണം? ക്രിസ്തീയ സഹോദരന്മാരിൽപ്പെട്ട ചുരുക്കം ചില വ്യക്തികൾ ഇസ്ലാമിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗിക്കുന്നവരെ നേരിടാനാണെന്നും പറഞ്ഞിട്ട് ഒരക്ബർ മൗലവി ഇറങ്ങി മുസ്ലിമീങ്ങളെ സമ്മതമില്ലാതെ ഇസ്ലാം പറയാൻ ഇറങ്ങിയിട്ട് ഇസ്ലാമിനെ അദ്ദേഹം നശിപ്പിക്കാൻ ഒരുങ്ങിയില്ലേ? ആ കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറബി പയ്യനെന്ന് അദ്ദേഹം വിളിച്ചില്ലേ? ഒന്ന് വെച്ചു കൊടുത്താ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ രൂപത്തിൽ ഇവർ വിമർശിച്ചില്ലേ? ഇതിനൊക്കെ ആയിരക്കണക്കിന് മറുപടി എന്റെ പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കാൻ സമയം പോരാ. ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലൈഹി ഖബ്ല അൻ നുബഅസ. 40 വയസ്സായി ഞാൻ നബിപ്പട്ടം ലഭിച്ച് നേരത്തെ തന്നെ ആത്മീയ ലോകത്ത് നബിയാണ്. പക്ഷേ പ്രബോധന രംഗത്തിറങ്ങാനുള്ള അധികാരം ലഭിച്ച ഞാൻ വരുന്നതിനു മുമ്പ് എന്റെ കുട്ടിക്കാലത്ത് എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്, ആ കല്ലിനെ എനിക്കറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സുന്നികളായ ഞങ്ങളത് വിശ്വസിച്ചു. 40 വയസ്സിന് മുമ്പ് തന്നെ അവിടുത്തേക്ക് അസാധാരണ കേൾവിയുണ്ട്. കല്ലിന്റെ സലാം ആരെങ്കിലും കേൾക്കുമോ? സാധാരണ മനുഷ്യന്മാര് കേൾക്കുമോ? സാധാരണ പയ്യന്മാര് കേൾക്കുമോ? ഇതൊരു അസാധാരണ മനുഷ്യനാണ്, വ്യക്തിത്വമാണ്. സഹീഹായ ഹദീസല്ലേ അത്. അങ്ങനെ ആയിരക്കണക്കിന് തെളിവതിന് പറയാനുണ്ട്. ഇപ്പോൾ തെളിവിലേക്ക് കടക്കുന്നില്ല. ഇരിക്കട്ടെ, ആ നിബിധങ്ങളെ നിസ്സാരപ്പെടുത്തിയ കക്ഷികൾ ക്രിസ്ത്യാനികൾക്ക് മറുപടി പറയാൻ പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്ത്യാനികൾ എല്ലാവരും അല്ലട്ടോ, ചുരുക്കം ചിലർ. അങ്ങനെ വേണ്ടാത്ത പറയുന്നവർ ഏത് സമുദായത്തിലുണ്ടായാലും കുറച്ച് നിങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോയി ഞങ്ങൾ നാണക്കേടാകാണ്. അപ്പോ അങ്ങനത്തെ ചിലർ ഇസ്ലാമിനെതിരായി പ്രസംഗിച്ചപ്പോൾ അവർക്ക് മറുപടി പറയാൻ പോകുന്നവരാണ് ഇവൻ. അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ? അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അപ്പുറത്തുള്ള ഒരു ക്രിസ്ത്യാനി പ്രസംഗിക്കുന്നു, ഈ അക്ബറിന്റെ പടച്ചവൻ 2 സൈസ് പടച്ചവനാണ്. അതൊന്ന് കേട്ടോളി. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജനമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. മതി മതി. എന്താണ് കാരണം? സമയമില്ല. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഖുർആനെ വിമർശിക്കാണ് അദ്ദേഹം. അക്ബറിന് ഖുർആൻ അറിയാത്തതിന് വിമർശനം ഖുർആനിനാണോ? ഞങ്ങൾ പറയട്ടെ, അക്ബറിന് ഖുർആൻ പറയാൻ വേണ്ടി ഈ സമുദായം ഏൽപ്പിച്ചിട്ടില്ല. അക്ബർ ഒരിക്കൽ പറഞ്ഞു അല്ലാഹുക്ക് കൈയില്ല, പിന്നെ പറഞ്ഞു കൈയുണ്ട്, ഇടക്ക് കൈ മുളക്കുക. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനുള്ള വകുപ്പുണ്ടാക്കി കൊടുത്തത് ഈ മുജാഹിദ് വിഭാഗമാണ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഞങ്ങളുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരുമായി ഇവര് സംവാദം നടത്തി. ഇതെന്താ പറഞ്ഞത്? AP സുന്നികളുമായിട്ട് ഇനി ഡിബേറ്റിന് ഞങ്ങളില്ല. അതൊന്ന് കേട്ടോളി. അതേ കക്ഷികൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡിബേറ്റിന്റെ ഒരു മോഡലിലേക്ക് നീങ്ങിയതിൽ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ ഒരിക്കലും AP സുന്നികളുമായി ഒരു കാരണവശാലും ഒരു ഡിബേറ്റിനെ മെനക്കെടുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇനി അപ്പൊ ചോദിച്ചാൽ കാരണം മുജാഹിദുകാരുമായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും അവർ തയ്യാറാണ്. കാരണം അവരുടെ അജ്ഞത നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കറിയാവുന്ന അജ്ഞത ഞങ്ങൾക്കും അറിയാവുന്നതാണ്. ചൂഷണം എന്നുള്ളതല്ല, അതിനകത്ത് പറയുന്ന പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. വീണ്ടും പറഞ്ഞു, AP സുന്നി വിഭാഗത്തോട് ഒരു ഡിബേറ്റും ഞാനില്ല. നിശ്ചയം ട്രൂത്തുകാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡിബേറ്റ് ഉണ്ടാകും. കാരണം ഒരുപാട് കാലം വെല്ലുവിളിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ കണ്ടോ, നിച്ച് ഓഫ് ട്രൂത്ത് ആണോ അക്ബറാണോ? ഞങ്ങൾ റെഡിയാണ്. AP സുന്നികളുമായി ഇനി ഒരു ഡിബേറ്റിനില്ല. അതെന്താ കാരണോ? അവരെന്നെ പറഞ്ഞു അവർക്ക് വിവരമില്ല. ആ കക്ഷികൾക്ക് മുജാഹിദിന് വിവരമില്ല, AP സുന്നികൾക്ക് വിവരമുണ്ട് എന്ന് ഞങ്ങളല്ലേ ഇത് പറഞ്ഞത്.
ഇത് പറഞ്ഞത് മറ്റൊരു സമുദായത്തിലെ വിമർശകരാണ്. അവിടെയാണ് ഈ സുന്നി എന്താണ് എന്ന് സമുദായം തിരിച്ചറിയേണ്ടത്. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ സുഹൃത്തുക്കളെ, ഈ വിഭാഗത്തെ നശിപ്പിച്ചാലേ ഇസ്ലാമിനെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പുത്തൻവാദികൾ അറിഞ്ഞിട്ടുണ്ട്. മരം മുറിക്കണമെങ്കിൽ ഇരുമ്പ് കൊണ്ട് കഴിയാൻ ആ ഇരുമ്പിന് മരത്തിന്റെ ഒരു കഷ്ണം അതിന് പിടിയിട്ട് കൊടുക്കണം. ഇതുപോലെ ഇസ്ലാമിനെ തകർക്കണമെങ്കിൽ ഇസ്ലാമിൽ നിന്നതിന്റെ പേരുള്ളൊരു കക്ഷിയെ അവർക്ക് ലഭ്യമാകണം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ പാർട്ടി. എന്നാൽ സുന്നികൾ ഒറ്റക്കെട്ടായി നീങ്ങി. ഞാൻ ഈ കണ്ണൂർ ജില്ലയിലൊക്കെ SSFന്റെ പ്രവർത്തനം നടന്ന സുന്നികൾ ആദ്യകാലത്തൊക്കെ ഒറ്റക്കെട്ടാണ്. അങ്ങനെ നീങ്ങിയപ്പോൾ നമ്മളെ ദീനിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുബത്തദിഅത്ത് പരാജയപ്പെട്ടു. പക്ഷെ അന്ന് മുബത്തദിഅത്ത് എന്ത് ചെയ്തു? സുന്നികളിൽ നിന്നൊരു കൂട്ടരെ ഞമ്മക്ക് കിട്ടിയാലേ സുന്നീനെ തകർക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി ഇരുമ്പിന്റെ കോടാലി അതിന് മരത്തിന്റെ പിടികിട്ടണം, മരം മുറിക്കാൻ എന്ന നിലക്ക് സുന്നത്ത് ജമാഅത്ത് തകർക്കാൻ വേണ്ടി ഞങ്ങളെ കൂട്ടത്തുന്നൊരു കൂട്ടരെ മുബത്തദിഅത്ത് കൈവശപ്പെടുത്തി. അതാണ് പുതിയ സംഭവം. അവിടെയാണ് ഇന്നത്തെ ബഹളങ്ങളും കോലാഹലങ്ങളും ഒക്കെ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭിന്നതകളും സർവ്വ സുന്നി മഹലുകളും ഭിന്നിപ്പിക്കുക എന്നത് ഒരു കൂട്ടരെ അജണ്ടയായി സ്വീകരിച്ചിരിക്കുന്നു. അതിനാരാണ് അവർക്ക് പ്രചോദനം? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ്. അവർ അതിനുവേണ്ടിയുള്ള എല്ലാ ചട്ടവും കെട്ടിക്കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അബൂദാബിയിലുണ്ട് ഖസ്റജി. അങ്ങനത്തെ അദ്ദേഹത്തിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാർ മുബാറക് ഉണ്ട് എന്ന് പറഞ്ഞത് ആദ്യം ആരാ പറഞ്ഞു? പള്ളിക്കടവല്ല, അത് അപ്പുറത്തെ സമസ്തയുടെ ആളുകളുടെ സെക്രട്ടറിയാ പറഞ്ഞത്. അയാളാണ് ഇപ്പൊ പറയുന്നത്, അവനായിപ്പോ പറയുന്നത് ഖസ്റജിന്റെ കയ്യിലുള്ള മുടി ഷാർ മുബാറക് അല്ല. എങ്ങനെ മാറിയത്? പെട്ടെന്ന് ഷാർ മുബാറക് അല്ലാതെയായത്. ഞാൻ എന്റെ സമസ്തയും സനദുകളും എന്ന പ്രസംഗത്തിൽ, അതുപോലെ ഒരുപാട് പ്രസംഗത്തിൽ വെച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ കേൾപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുകയാണെങ്കിൽ കേട്ടിക്കോളാം. വ്യക്തമായി പറഞ്ഞതല്ലേ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഷിയാക്കളുടെ സമ്മേളനത്തിന് വന്നൊരു നേതാവ്, അതാരാ? ഡോക്ടറാ. അയാൾക്ക് പരിപാടി ഷിയാക്കളുടെ സമ്മേളനത്തിന് പോവാ. സുന്നിന്റെ നേതാവാ. അതാണ് ചന്ദ്രിക. ഇനിയിപ്പോ റിവായത്ത് സഹിയാകാതായിക്കൊണ്ട, സെനത് റെഡിയില്ലാണ്ടായിക്കൊണ്ട. ഡോക്ടർ നദ്വി ഇറാനി തിരൂരങ്ങാടി ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇറാനിലെത്തി. അപ്പൊ ഷിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അപ്പുറത്തെ സംസ്ഥാന നേതാവ് ഇറാനിലേക്ക്. എന്നിട്ട് ഒരാൾ കുറ്റ്യാടി വന്നിട്ട് പറയാ അത് നെഞ്ഞൂക്കോടെ സുന്നത്തിയുമായിട്ട് പറയാനാണ്. എന്നാൽ നെഞ്ഞൂക്കോടെ അദ്ദേഹം ഷിയാക്കൾക്കെതിരെ പ്രസംഗിച്ച ഒരു CD ഇറക്കാൻ അപ്പുറത്തുള്ളവരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഷിയാക്കൾക്കെതിരെ പ്രസംഗിച്ച ഒരു CD കേൾക്കട്ടെ ഞങ്ങൾ. എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇനി രണ്ടാമതായി ഞാൻ പറയട്ടെ. ഓ സുഹൃത്തുക്കളെ, കഴിഞ്ഞില്ല. ഇപ്പൊ എന്താ പരിപാടി? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാർ മുബാറക്കിനെയും ആസാറുകളെയും തിരുശേഷിപ്പുകളെയും മൊത്തം തള്ളിപ്പറഞ്ഞ സുന്നികള് അതാ അഡ്രസ് കാണൂല എന്നറിയാം. മൂപ്പര് പറയാണ് തുർക്കിയില്, അതെ മ്യൂസിയത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹുവിന്റെ മെതിയടി അടക്കം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഞാൻ കുറ്റ്യാടി എന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പിടിച്ചു കെട്ടു. ഞാൻ അങ്ങനെ കെട്ടല് അതിന്റെ സെനതൊന്ന് പറഞ്ഞു. ആ തുർക്കിയിലുള്ളതിന്റെ സെനതൊന്ന് വായിക്കുക. ഇന്ന് വരെ വായിച്ചോ എസ്കക്കാരാ നിങ്ങൾ? അതിന്റെ സെനതൊന്ന് വായിക്കും. തുർക്കിയിലുണ്ട് എന്ന് പറഞ്ഞില്ലേ, സെനതൊന്ന് വായിക്കും. ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഞങ്ങൾ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയാതെ ഇപ്പോഴും ഇങ്ങനെ മഹല്ലത്തുകൾ ഭിന്നിപ്പുണ്ടാക്കി നടക്കുന്നു. സാധാരണക്കാരെ ചരിയിൽപ്പെടുത്താൻ മതി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ വെല്ലുവിളിച്ചു കുറ്റ്യാടിയിൽ നിന്ന്,
ഒരു നയാകാശ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈർ മുബാറക്ക് വെള്ളത്തിലിട്ട് വെള്ളം വിതരണം ചെയ്തിട്ട് അതിന്റെ കുപ്പിയുടെ പൈസ പോലും മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് വാങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ സൗജന്യമായി വെള്ളം കൊടുത്തു. നിങ്ങളെ നേതാക്കൾ ഒരു കുപ്പി വെള്ളത്തിന്, അതും അവരെ കയ്യിലുള്ള ഷെയറുബാറക്കല്ലട്ടോ, പിന്നെ വേലൂരുള്ള ഷെയറുബാറക്കിന്റെ വെള്ളം വെറുതെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് 25,000 കൊടുത്തു. അത് ഞാൻ കിളിപ്പി വെച്ച് കേൾപ്പിച്ചു. ഞാൻ ചോദിച്ചു, സാധുക്കൾക്കാർക്കും ഈ ബർക്കത്ത് വേണ്ടേ? 25,000 ഉള്ളവർക്ക് മതിയോ? അങ്ങനെ ഒരു മുതലാളി സുന്നിയുണ്ടോ? മുതലാളി സുന്നി അങ്ങനൊരു സുന്നിയുണ്ടോ? മുതലാളി ബർക്കത്ത് അങ്ങനെ ഒരു ബർക്കത്തുണ്ടോ എന്ന് ഞാൻ കുറ്റിയാടി വെച്ച് ഇന്ന് വരെ മറുപടി പറഞ്ഞില്ല. എന്നാൽ അതൊന്ന് കേൾപ്പിച്ചോട്ടെ. ഞാൻ വെറുതെ പറയാൻ തോന്നണ്ട. ആ 25,000 വിൽക്കുന്നത് സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചേ, വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളം എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടാണ്. സനദുള്ളതാണ്. ഞാൻ ചോദിച്ചു, കോഴിക്കോട്ടും പൂനൂരിലും കുറ്റ്യാടിയിലും ആ സനദൊന്ന് വായിക്കാമോ? കുറ്റ്യാടി വന്നിട്ട് ഒരു പുതിയ സാധനം ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വയസ്സന്മാരൊക്കെ കളവിന് പൂളെന്നാ പറയാം. അതിനോട് ഓട് ചേർത്തൊരു സാധനം, പൂളോട് സാധനം. അങ്ങനെ ആ സാധനം വന്നിട്ട് കുറ്റിയാടി എന്ന് പറയാണ്. അത് നിങ്ങൾ അംഗീകരിക്കുന്നതല്ലേ, പിന്നെ എന്തിനാ ഞങ്ങൾ സെനത് വായിക്കുന്നത്? ഞങ്ങൾ അംഗീകരിക്കുന്നത്. നിങ്ങളുടെ വാദം എന്താ? സെനതില്ലേ സ്വീകരിച്ചുകൂടാന്നല്ലേ? എന്നാ അതിന്റെ സെനതൊന്ന് വായിക്കുന്നത്? 25,000 ലഭിച്ചതിന്റെ സെനതൊന്ന് വായിക്കുന്നത് ഞാൻ പറഞ്ഞു. അതിന് പറയും നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? എന്നാൽ അതിന് അംഗീകരിക്കാത്ത, ആ വേലൂരിലെ മുടി അംഗീകരിക്കാത്ത, അത് വിശ്വസിക്കാത്ത ഒരാള് നിങ്ങളെ വെല്ലുവിളിക്കുന്നത് കേൾപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾ അവരോട് പറയണല്ലോ, അതിന്റെ സെനതൊന്ന് അവർക്ക് വായിച്ചു കൊടുക്കും, ഞങ്ങൾക്ക് വേണ്ട. അതാരാണ് എന്നൊന്ന് കേട്ടോളി. അംഗീകരിക്കാത്തവരൊന്ന് വെല്ലുവിളിക്കട്ടെ. സമയയിലൂടെ നിങ്ങളെ കയ്യിൽ തെളിവില്ല. നിങ്ങളിപ്പോ AP സുന്നിയുടെ മുടിമേന്ന് കൂടി വെക്കുക. നിങ്ങൾ ഓല് മുടിയ നിങ്ങൾ മുടിന്റെ വെള്ളം വിറ്റ 25,000 മുടി മുക്കിയ വെള്ളം. അത് വെല്ലൂരിന്റെ മുടിയാണ്, സനത്തുള്ള മുടിയാണ്. ഇവിടുത്തെ എന്തെങ്കിലും പറയല്ല. ആരാ പറഞ്ഞത്? നമ്മളെ റഹ്മത്തുല്ലാഹി ഖാസിമി. അയാളിപ്പോ എവിടെ? സമസ്തയിൽ നിന്ന് ഔട്ട്. എന്താ കാരണം? തീജാനി തരീഖത്തേക്ക് പോയിത്രേ. മുജാഹിദീങ്ങൾ പറയുന്ന ചിലപ്പോ നേരായിരിക്കും, ചിലപ്പോൾ കളവായിരിക്കും, ഒക്കെ എന്തും സംഭവിക്കാം. അതിന്റെ സ്ഥലത്ത് നിങ്ങളൊന്ന് വായിക്കോടെ. നിങ്ങളിപ്പോ AP നിരങ്ങാൻ നടക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയോ? വെല്ലൂരിത്തെ സനത് റസൂലിൽ നിന്ന് നിന്നെ സഹാബിക്ക് കിട്ടി, ആ സഹാബി നിന്നെ താബിക്ക് കിട്ടി, അവിടുന്ന് താബിക്ക് കിട്ടി. അങ്ങനെ വെല്ലൂരിലെത്തുന്നത് വരെയുള്ള സനത് വായിക്കാൻ ഈ വിഭാഗത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അല്ല, അതിന്റെ വെള്ളം വെച്ചിട്ടല്ല നടക്കുന്നത്. നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് സംവാദത്തിനും കഴിയില്ല, നിങ്ങൾക്ക് മുഖാമുഖത്തിനും കഴിയില്ല. പണ്ടൊരാള് പറഞ്ഞിട്ടുണ്ട്, ഒടച്ച മൂരി. ഒടച്ചെന്ന് അവിടെ മനസ്സിലാവുമല്ലോ അല്ലേ? പശുവിനെ കണ്ടങ്ങനെ കൂടി വെക്കും, ഒന്നും സാധിക്കൂല. കാണുന്നവര് വിചാരിക്കുന്നതൊക്കെ കാട്ടിക്കോളിപ്പോന്ന്, ഒന്നും കാട്ടൂല. ആ അവസ്ഥയാണ് ഈ വിഭാഗമേ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾ ഖേദമുണ്ട്. ജീവിതത്തിലെങ്കിലും ഇയാൾക്ക് തക്ബീർ കിട്ടിയല്ലോ. ഓ സഹോദരന്മാർ, ഞങ്ങൾ അങ്ങനെ ഇബ്ലീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തത്. ആയത്തുൽ കുർസി ഓതിയാൽ നല്ലതാ ഉറങ്ങാൻ കിടക്കുന്നു. പക്ഷെ അംഗീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം കേട്ടോ. അതുകൊണ്ട് ഇയാളെ ഈ വെല്ലുവിളിയെ ഞങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് ഈ സദസ്സ് തക്ബീർ അല്ലേ, അല്ലെങ്കിൽ തക്ബീർ ചൊല്ലൂലട്ടോ. അതും ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇപ്പം ഇങ്ങനെ അമ്മിയെത്താനുണ്ടോ എന്ന് വെല്ലുവിളിച്ച് കിടക്കുക ഓരോ സ്ഥലത്ത്. എന്നാ ഈ വെല്ലുവിളി ഒന്ന് നേരിട്ട് നിങ്ങൾ നാണക്കേടാക്കിയില്ലേ നിങ്ങൾ സുന്നത്തിയമായത്തിന്? നിങ്ങൾക്ക് സുന്നത്തി മാറ്റില്ല. അതാണ് നിങ്ങളെ വിഷയം. നിങ്ങൾക്ക് സുന്നത്തിന്റെ മാറ്റില്ല, നിങ്ങൾക്ക് സമസ്തയില്ല, നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. അത് വേണോ? കുറച്ച് ദിവസം വന്നിട്ട് പഠിക്കും. മർക്കസിലോ സിറാജുൽ ഹുദയിലോ മഖറിലോ അല്ലെങ്കിൽ ജാമിഅ സയ്യിദിലോ വന്നിട്ട് പഠിക്കും. അവിടെ
അവിടെ ഷിയാക്കളെ സമ്മേളനത്തിന് പോകുന്ന സ്ഥലത്ത് നിന്ന് അത് പഠിക്കാൻ കഴിയില്ല. അത് സുന്നത്ത് ജമാഅത്തുള്ള സ്ഥലത്ത് പഠിക്കണം. എന്നാലേ സുന്നത്ത് ജമാഅത്ത് അറിയാൻ കഴിയും. ഇനി സുഹൃത്തുക്കളെ, ഞാൻ ഇതൊക്കെ കുറച്ച് ദിവസമായിട്ട് വേറെ ഒരുപാട് സംഗതി ഉണ്ടല്ലോ, അതുകൊണ്ട് തൽക്കാലം മറ്റുള്ളതൊക്കെ പറയാം. ഇതൊക്കെ കുട്ടികൾ പറയട്ടെ വിചാരിച്ചതാ. പക്ഷേ ഇവരിങ്ങനെ പിന്നെ ഇങ്ങനെ അമ്മിത്തരണ്ടോ പറഞ്ഞ് നടക്കുക. സുബ്ഹാന ജല്ല ജലാലു. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഈ SK എന്ന് പറയുന്ന സാധനത്തിന് സ്ഥാപക പ്രസിഡന്റ് നിങ്ങൾ നാട്ടുകാരനല്ലേ? അയാളെ വിവരം കാണാൻ നിങ്ങൾക്ക് ഞാൻ കോഴിക്കോട്ട് നിന്ന് കണ്ണൂർ നിന്ന് കണ്ടോട്ടെ നാട്ടുകാരല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യനെ പറ്റി പറയുന്ന അബൂ തൽഹന്റെ ഭാര്യയാണ്. അതാ വിവരം. അതൊന്ന് കണ്ടോളി. എന്നിട്ട് ആദ്യം നിന്നും കണ്ടോളി. എനിക്ക് കേൾക്കണോ? അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ ഇദ്ദേഹം ബാർബറാക്കുന്നത് നോക്കിക്കോളി. പോരാ, ഇയാൾ ഉസ്താദിനെ മാത്രമല്ല പറയുന്നു, ഒന്നുകൂടി പറയാ. പിന്നെയോ ഉമ്മു സലമ ബീവി അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ. അത് 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയാം. ആർക്കാ അറിയാത്തത്? ഐഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമൂനത്തും റംല ഹിന്ദും സൈനബു കദാ ജുവൈരിയ. ഈ ഹിന്ദു എന്ന് പറയുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയാ. ആ ഉമ്മു സലമയെ പറ്റി ആള് പറയുന്നത് അബൂ തൽഹന്റെ ഭാര്യയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യനെ വേറൊരുത്തര ഭാര്യയാക്കുന്നു. ഒന്ന് കേട്ടോളി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞാൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. പച്ചക്കള്ളൻ. ഇതിനോടാണ് ഹജ്ജത്തുൽ വദാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി കളയാൻ നിർദ്ദേശിച്ചത്. അതും പച്ചക്കള്ളത്തരാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ അവസാനം ഒന്ന് ശ്രദ്ധിക്കണേ, അയാളെല്ലാം ആദ്യം നമുക്ക് ആ മുസ്ലിം വീട്ടിൽ സൂക്ഷിക്കപ്പെട്ട മുടിയിലെ വല്ല കണ്ണോ ഹൈറാന സുമ്മം വബുക്കുമ. അപ്പൊ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണെന്ന് റസൂലുള്ളാഹിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോടാണ് മുടി കളയാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ കൂട്ടാളിയുടെ അടുത്ത് സാദുൽ മഅദ് ഉണ്ടാവൂലേ, ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മഅദ് നോക്കിയാ കാണാ. فلما أكمل رسول الله صلى الله عليه وسلم نحره استدعى بالحلاق فحلق رأسه فقال للحلاق وهو معمر بن عبد الله وهو قائم على رأسه بالموسى ونظر في وجهه. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി അവിടെ വെച്ച് കളഞ്ഞു കൊടുത്ത വ്യക്തിയുടെ പേര് മഅമർ ഇബ്നു അബ്ദുല്ലാഹ്. പോരായനി ബുഖാരി. മതി മതി മതി. ഇത് ഞാൻ കോഴിക്കോട്ട് നിന്ന് വെച്ച് കേൾപ്പിച്ചതാ. ഇന്ന് വരെ മറുപടി പറഞ്ഞോ? ഇനി സുഹൃത്തുക്കളെ, പറയാൻ സമയമില്ല. ഇപ്പൊ ഒരു പുതിയത്, ഒരു പാവം സാധു എന്റെ CD കേട്ടിട്ട് കുറച്ച് കോപ്പി അടിച്ചിട്ട് എന്നിട്ട് അതിൽ നിന്ന് അങ്ങേ അറ്റത്തെ അഹങ്കാരവുമായിട്ട് അലിമിങ്ങളെ ചീത്ത പറഞ്ഞ് നടക്കാൻ ഒരു CD ഇറക്കി. ഞാൻ അതിന് മുഴുവനും ഓരോന്നോരോന്നായി പൂനൂറിൽ നിന്നും ബാക്കി കുറ്റിയാടിയിൽ കുട്ടികളെ കൂട്ടിയിട്ടും കോഴിക്കോട്ട് നിന്നൊക്കെ മറുപടി. അങ്ങനെ മറുപടി പറഞ്ഞപ്പോ ഇപ്പൊ ഒരാൾ വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷി കുറ്റിയാടി വന്നിട്ട് പറയാ ഏറോട് പച്ചക്കള്ളം പറഞ്ഞു എന്നാണ് പ്രസംഗിക്കാൻ. ഞാൻ എന്താ പച്ചക്കള്ളം പറഞ്ഞത്? നിങ്ങൾ പച്ചക്കള്ളം ചെയ്തു. അതിപ്പോ പറയാനുള്ള സമയമില്ല. ലത്തീഫ് സൈദ് ഇങ്ങനെ നടന്നു നിൽക്കുന്നുണ്ട്. സമയാകുമ്പോ എന്നോട് പറഞ്ഞു അന്നേരം നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക് ഉസ്താദ് അവർക്ക് കൊണ്ടുകൊടുത്തത് ആരിഫ് ബർക്കാത്ത്. അദ്ദേഹത്തിന് അത് കൈമാറി കൊടുത്തത് ജാലിയൻവാല ബോംബെ എന്ന് വന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു കാര്യങ്ങൾ ഇവർ പറഞ്ഞങ്ങോട്ട് പ്രചരിപ്പിച്ചു. ഈ മാഹിന്ന് കളവ് അറിയാൻ വേണ്ടി മാത്രം കുറ്റിയാടി വന്ന അങ്ങാതി അടക്കം പറഞ്ഞങ്ങ് പ്രചരിപ്പിച്ചു. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഒരു ശഅർ മുബാറക്കിന്റെ പേരിൽ ഒരു വ്യാജ സനദുണ്ടാക്കി കാന്തപുരം ഉസ്താദ്. ഇന്നാലില്ല, ഒരു കളവ് പറയുന്നതിനൊരു അതിരുവൻ. എന്നിട്ട് ഞാനത് വ്യക്തമായി ആ ശഅർ മുബാറക് ഉസ്താദിന് കൈമാറിയ വ്യക്തി, അദ്ദേഹത്തോട് സനദും കൈമാറിയത് അദ്ദേഹം തന്നെയാണ്, ആരിഫ് ബർക്കാത്തി. അദ്ദേഹത്തോട് കോൺദിയ എന്ന് ചോദിച്ചപ്പോൾ മേനേജിയാനാ ഞാനല്ലേ ആ സനദ് കൊടുത്തത് എന്ന് പറയുന്നത് ഞാൻ കേൾപ്പിച്ചപ്പോ ഇവര് ചെയ്ത കള്ളത്തരങ്ങൾ സുബ്ഹാനല്ലാഹ് കുറ്റിയാടിയിൽ വന്ന് പറയാണ്, സിറാജുൽ ഹുദ കുട്ടികളെ
നിങ്ങളെ പേരോട് മൗലവി കള്ളം പറയാണ്. എന്നിട്ട് പറഞ്ഞ എന്താ പറയുന്നറിയോ? ഈ മാഹിക്കാരൻ ചെറുപ്പക്കാരൻ, ബദരീങ്ങളെ പേരൊന്നുമില്ലല്ലോ, അങ്ങനെ പേര് പറയണമെന്നില്ലല്ലോ. അങ്ങനെ ഈ മാഹിക്കാരൻ ചെറുപ്പക്കാരൻ ഈ പറഞ്ഞ ആരിഫ് ബർക്കാത്തിയെ വിളിച്ചിട്ട് ചോദ്യം ഇങ്ങനെ ചോദിക്കാണ്. ചോദ്യം ചോദിച്ചിങ്ങനെ വരികയാണ്. അപ്പൊ ഓരോന്ന് ചോദിക്കുമ്പോൾ അയാൾ നമ്മൾ സാധാരണ ഒരു കാര്യം ടെലിഫോണിൽ വിളിച്ച് ചോദിക്കുമ്പോ അതിന്റെ അപ്പുറം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന പോലെ അച്ഛാ 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 അതിന്റെ ബാക്കി അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കാണ്. ആ ചോദിച്ചിട്ട് അവസാനം അദ്ദേഹത്തോട് ചോദിച്ചാണ് ആര് കൊണ്ടിയ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മെനതിയാണ് ഞാനല്ലേ കൊടുത്തത് സെനത് എന്നാണ് അയാൾ പറഞ്ഞു. അവസാനം ടീം മൗലവി ചെയ്ത പണിന്റെ അറിയോ? എസ് കെ മൗലവി ചെയ്ത പണിന്റെ അറിയോ? അയാൾ പറയാണ് ആദ്യം അയാൾ സത്യമുള്ളതുപോലെ ആദ്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാനാ കൊടുത്തു എന്ന് പറഞ്ഞു. അത് പറയാ. പക്ഷേ ഈ മാഹിക്കാരൻ വിട്ടില്ല. അങ്ങനെയായപ്പോൾ അവസാനം അച്ഛാന്ന് പറഞ്ഞ് സംഭവിച്ചു. വല്ലാത്ത അച്ഛനെയാ. ഈ അച്ഛാ അച്ഛാന്ന് ചോദ്യം തീർത്തും കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നവർ കേട്ടതാ. അത് എന്നിട്ട് പറയാണ് ആ സമ്മതിച്ചതിന്റെ ശേഷം അച്ഛാന്ന് പറഞ്ഞ് സംഭവിച്ചതാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ സത്യം എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ വെച്ച് ഒരു മധ്യസ്ഥന് മുമ്പിൽ പരിശോധിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ മുഴുവൻ ക്ലിപ്പുകളും കളവാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ല. മുഴുവൻ തിരിമറികളാ, മുഴുവനും കളവാ. എന്റെ കൈവശത്തുണ്ട് അതിന്റെ മുഴുവൻ. സമയമായോ? ബാക്കി ക്ലിപ്പൊക്കെ പിന്നെ ആക്കാൻ. ഒന്നും കൂടി ഒറ്റ വാക്കും കൂടി ഞാൻ പറയാണ്. ഇതുപോലെ ജാലിയാവാല ഞാൻ സെനത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ജാലിയാവാല പറഞ്ഞത് ഞാൻ ശൈഖ് അബൂബക്കറിന് മുടിയും കൊടുത്തിട്ടില്ല, സെനതും കൊടുത്തിട്ടില്ല, ഞാൻ ആരിഫ് ബർക്കാത്തിക്കാണ് കൊടുത്തത്. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൊടുത്തത് എന്നാ പറഞ്ഞത്. എന്നിട്ട് അയാൾ ഉറുദുവിൽ അർത്ഥവും മാറ്റിക്കളഞ്ഞു. വെറും ഷെയർ മുബാറക്ക് മാത്രമാണ് ഞാൻ കൊടുത്തതെന്നാ പറഞ്ഞത്. അങ്ങനെയാണ് ഈ മൗലവി പറഞ്ഞത്, എസ് കെ മൗലവി പറഞ്ഞത്. വാസ്തവത്തിലുള്ളത് അങ്ങനല്ല. ഞാൻ ഷെയർ മുബാറക്ക് തന്നെ ശൈഖ് അബൂബക്കറിന് കൊടുത്തിട്ടില്ല, പിന്നെങ്ങനെ സെനത് കൊടുക്കും? ഞാൻ കൊടുത്തത് ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലാണ്. ആരിഫ് ബർക്കാത്തിയാണ് ശൈഖ് അബൂബക്കറിന് കൈമാറിയത് എന്നാ അദ്ദേഹം പറഞ്ഞത്. അതുപോലും തെറ്റിദ്ധരിപ്പിച്ച് പച്ചക്കള്ളം പറഞ്ഞ് കുറ്റിയാടി വന്ന് പ്രസംഗിച്ചില്ലേ ഈ മൗലവിമാര്? അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇനിയും ഇൻഷാ അല്ലാഹ് ഉണ്ടാകുമ്പോ പറയാൻ എനിക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞോളാം. ഞാൻ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് തെറ്റിദ്ധരിക്കരുത്. മുസ്ലിം ഉമ്മത്ത് ഹഖ് ഹഖായി മനസ്സിലാക്കണം. മറ്റ് സമുദായങ്ങളും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ഷെയർ മുബാറക്ക് പോട്ടെ, ഒറിജിനൽ പോട്ടെ. ഓ സുഹൃത്തുക്കളെ, ബാക്കി ഞാൻ കുറ്റാടി പ്രസംഗിച്ച് കേട്ടിക്കോളാം. ഒറ്റ കാര്യം പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ, അതിനെപ്പറ്റി തർക്കം നിങ്ങൾക്ക്. ആ ഖുർആൻ കത്തിച്ചില്ലേ നിങ്ങൾ ഈ ഓണപ്പറമ്പിൽ? അള്ളാഹിന്റെ ഖുർആൻ കത്തിച്ചില്ലേ നിങ്ങൾ? ആരാ കത്തിച്ചത്? ഞങ്ങളാ പറഞ്ഞത്? നിങ്ങളാ കത്തിച്ചതെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരല്ലേ പറഞ്ഞത്? പരിശോധിച്ചിട്ടില്ലേ പറഞ്ഞത്? ഞങ്ങൾ വേണ്ടാത്തതും ആവശ്യമില്ലാത്തതൊന്നും പറയലില്ല. ഇവിടുത്തെ CBI അടക്കം പരിശോധിച്ചിട്ട് നിങ്ങളെ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ആത്മഹത്യ ചെയ്തതാണ് എന്ന് CBI പ്രഖ്യാപിച്ചിട്ട് പോലും ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് താണവേണ്ടി പറയാറില്ല. എന്നിട്ട് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ കത്തിച്ചില്ലേ? അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന മദ്രസ കത്തിച്ചില്ലേ? നിങ്ങൾ അള്ളാന്റെ ദീനും തമ്മിൽ എന്താണ് ബന്ധം? അതുകൊണ്ട് ഈമാൻ കിട്ടി മരിക്കണോ? മഹാനായ താജുൽ ഉലമയുടെ പിന്നിൽ വന്നോ? കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ വന്നോ? ഇത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മക്കറിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി ആക്സിഡന്റ് ആയി ആസ്പത്രിയിലുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ പലരും ദ്വാരക്കാൻ പറഞ്ഞു. അവിടെ വന്നപ്പോ സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകൾ തന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും കൊടുക്കുന്ന രാജാവ് നീയാണ്. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണം റഹ്മാനെ. രോഗമുള്ളവരുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെപ്പോഴും ഈ രാജ്യത്തിന്റെ നിയമം അംഗീകരിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കൊണ്ട് ബുദ്ധിമുട്ടി പോകരുത്. അതുകൊണ്ട് ഞാൻ പരിപാടി ഇവിടെ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا ربേ, ഞങ്ങൾക്ക് ഈമാൻ തഖ്വയും നീ ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ. ചിത്താരി അബ്ദുള്ള ഹാജി അടക്കം ഞങ്ങളെ പ്രവർത്തകന്മാര് പലരും അപകടത്തിൽപ്പെട്ടവരും രോഗത്തിൽ കിടക്കുന്നവരുമുണ്ട്. എല്ലാവർക്കും പൂർണ്ണമായ സലാമത്തും ആഫിയത്തും നൽകണം റഹ്മാനെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെ ഖബറും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഈ കണ്ണൂർ ജില്ലയും എന്നെ ബന്ധപ്പെടുത്തിയ പുല്ലൂക്കർ ഉസ്താദ് അടക്കം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാർക്കും നീ ദറജനെ ഏറ്റിക്കൊടുക്കണം.
റഹ്മാനെ അവരെയും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകരെയും സഹകാരികളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ.